ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരം സ്റ്റൈലിൽ എങ്ങനെയാണ് തേങ്ങ അരച്ച് മീൻ കറി വെക്കാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ടെറസിൻ്റെ വണ്ടിയിലിരുന്നാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാക്ക വന്ന് കിട്ടുന്ന കാക്കാന്ന് കരയുന്നുണ്ട്. എല്ലാത്തിനും ഒന്ന് ഓട്ടിക്കട്ടെ, അല്ലെങ്കിൽ ഭയങ്കര സൗണ്ടായിരിക്കും. പിന്നെ കല്ലെടുത്ത് കഴിഞ്ഞപ്പോൾ പല രീതിയിൽ പോയി കിടന്ന് കരയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാക്ക കരയുന്ന സൗണ്ടേക്കാണ്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ മീനെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ആദ്യം ഒരു പ്രാവശ്യം വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഉപ്പിട്ടാണ് കേട്ടോ വൃത്തിയാക്കുന്നത്. നമ്മൾ ഉപ്പിട്ടാണ് നന്നായിട്ട്, അപ്പം ആ ഒരു അഴുകൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഉപ്പിട്ടാണ് എല്ലാ മീനും, ഏത് മീൻ കണ്ടിച്ചാലും ഉപ്പിട്ടാണ് നമ്മൾ വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ മീനിന് പ്രത്യേകിച്ച് നല്ല ഉപ്പ് തോന്നുന്ന ഉപ്പിടണം. കാരണം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉപ്പിട്ട് കഴിയുന്നത്, എന്നിട്ടും അതിൻ്റെ അഴുക്ക് മാറിയിട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ ഈ മീനെ കൊഴിയാള എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉലുമ്പ്, ഞങ്ങളുടെ നാട്ടിൽ അതിൻ്റെ ഉലുമ്പെന്നാണ് പറയുന്നത്. ആ സംഭവം പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉടച്ച് കഴിയണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വൃത്തിയേടായിരിക്കും. ആ ടേസ്റ്റ് നമ്മുടെ മീൻ കറി വെക്കുമ്പോൾ ആ ഒരു വൃത്തിയായിട്ട ടേസ്റ്റ് അതിൽ തന്നെ കാണും. അപ്പം ഞാനൊരു ബക്കറ്റിലെ വെള്ളം പകത്തിന് തീർത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടും ശരിയാകുന്നില്ല കേട്ടോ. ഞാൻ നന്നായിട്ട് ഉറച്ച് കഴുകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ അഴുക്ക ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറിയില്ല ടേസ്റ്റ് വരുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ വൃത്തിക്ക് കഴിയുന്നതായിരിക്കും നമുക്ക്. പിന്നെ ഞാൻ വറുക്കാനും കൂടെ മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നമ്മുടെ തല ഫുള്ളായിട്ട് എടുക്കാതെ അതിൻ്റെ ഇതൊക്കെ പൂവും ഇതെല്ലാം മണ്ടയൊക്കെ ഒന്ന് വിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം അത് ഞാൻ 4 മീൻ എടുക്കുന്നുള്ളൂ. ഞങ്ങൾ മീൻ കറി കൂട്ടത്തില്ല. ഞാൻ വലിയ മീനൊന്നും കൂട്ടില്ല, ഞങ്ങൾ വറുത്തതേ കഴിക്കത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് വേണ്ടി 4 മാറ്റി ഇട്ടിട്ടുണ്ട്. ഞാനത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം അല്ലാതെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനത് നന്നായിട്ടൊരു ബക്കറ്റ് വെള്ളം മൊത്തവും കഴുകിയിട്ടുണ്ട്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ അഴുക്ക് പോകത്തില്ല. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കരുണയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഓരോ വീഡിയോസ് ഇടാനും മുന്നോട്ട് പോകാനും കഴിയുള്ളൂ. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം വീഡിയോസ് ഫുള്ള് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാനിടുന്ന ഷോർട്ട് വീഡിയോസ് ഉണ്ട്, ലോങ് വീഡിയോസ് ഉണ്ട്. ഡേ ഇൻ മൈ ലൈഫാണ് ഇടുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഓരോ ദിവസം എന്തൊക്കെ ചെയ്യുന്നുള്ളത് ഞാൻ ഈ വീഡിയോ തുടങ്ങിയിട്ട് ഇപ്പം 20 ദിവസം ഉണ്ടാവും. 20 ദിവസമല്ല, 10-12 ദിവസത്തിൽ കൂടുതലായുള്ളൂ. ഞാനിതിൽ 20 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ആ വീഡിയോസ് ഇപ്പോൾ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പം ഞാനിത് വറുക്കാനുള്ള മീനാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അടുക്കളയിലെ ലൈറ്റിന് വെട്ടം കുറവായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര ഇരുട്ടിട്ട് കാണുന്നത്. അപ്പം ഞാൻ 2 പാർട്ടായിട്ട് മാറ്റിയിട്ടുണ്ട്, ഒന്ന് കറി വയ്ക്കാനും പിന്നെ ഒന്ന് വറുത്തെടുക്കാനും. അപ്പം എനിക്ക് കണക്കൊന്നുമില്ല, ഞാൻ മഞ്ഞൾപ്പൊടി തട്ടുന്നുണ്ട് മീൻ വറുക്കാൻ വേണ്ടിയാണ്. ഇതിൽ വേറെ ഒന്നും ചേർക്കത്തില്ല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, ഇത്രയും വെച്ചാണ് ഞാൻ കലക്കി വയ്ക്കുന്നത്. പിന്നെ അമ്മ ഉള്ളപ്പം വെളുത്തുള്ളി അങ്ങനെയൊക്കെ ഉള്ളത് ചേർക്കും. പിന്നെ ചേട്ടൻ്റെ അവിടെ ഉണ്ടെങ്കിൽ അവർ പച്ചമുളകും ചെറിയ ഉള്ളിയും മുളക് വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചെടുത്തിട്ട് അതാണ് തേക്കുന്നത്. പക്ഷെ ഞാനങ്ങനെയല്ല, എനിക്കതിനെക്കാട്ടി ഇഷ്ടം ഇതാണ്. അപ്പോൾ അതൊരു വേറൊരു ടേസ്റ്റാണ്. പണ്ട് തൊട്ടേ നമ്മൾ ഉണ്ടാക്കി തരുന്ന രീതിയിൽ കഴിച്ച് വരേണ്ട ശീലിക്കുമ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്തെ ശീലം പിടിക്കത്തില്ല. പക്ഷേ എനിക്കിതാണ് ഇഷ്ടം. ഞാനവിടെ മീൻ പൊരിക്കുമ്പോൾ ഇതേ രീതിയിലൊക്കെ മീൻ വറുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പൊരിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയുന്നത്, അങ്ങോട്ട് ചേട്ടനോടെ വറുക്കുന്നതെന്ന് പറയുന്നത്. ഞാനതൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ സൗണ്ടൊക്കെ കുഴപ്പമില്ല. ഞാൻ പക്ഷേ വേണ്ടാന്ന് വിചാരിച്ചു ഡബ് ചെയ്ത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ സൗണ്ട് ഉണ്ടെങ്കിലൊക്കെ കുറേ സ്ഥലത്ത് ഞാൻ മിണ്ടാതിരിക്കും, കുറേ സ്ഥലത്ത് സംസാരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഗ്യാസിൻ്റെ ഇത് കാണിക്കും. നമ്മുടെ ഈ ഗ്യാസ് എടുക്കുന്ന സംഭവം കാണിക്കുന്ന വേറെ ഒന്നുമില്ല. ഇതിനകത്ത് ഗ്യാസ് യൂസ് ചെയ്യാറില്ല, കുഴപ്പമില്ല. ഒരു 6 മാസത്തിൽ കൂടുതലേ നമ്മൾ ഗ്യാസൊക്കെ എടുത്തിട്ട്. അപ്പോൾ അതിൽ തന്നെ പാത്രങ്ങളെല്ലാം പറക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അതൊന്ന് ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. കാരണം എപ്പോഴും ഞാൻ ഇവിടെ വരുന്ന സമയത്ത് അടുപ്പിൽ വേവിക്കുന്ന വീഡിയോസ് തന്നെയാണ്. ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം വിറകുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അടുപ്പിൽ കുക്ക് ചെയ്യുന്നത്. രാത്രി ആയിരുന്നാലും നമുക്ക് അതിനൊരു പ്രശ്നമില്ല. കാരണം എപ്പോഴും അടുപ്പ് കത്തിക്കാനുള്ള വിറകുണ്ട് ഉള്ളതുകൊണ്ട് നമുക്കത് എളുപ്പമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ മീനെ വറുക്കാനുള്ള മീനെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ ചുരണ്ടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പുളി വേണം. നമ്മൾ ഈ പുളിയാണ് എടുക്കുന്നത്. നമ്മളുടെ വാളംപുളി അങ്ങനെയൊക്കെ പറയും, സാധാ പുളി, നമ്മളെ പിടിപുളിയാണ്. അപ്പോൾ അതെടുക്കുന്നുണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിടിപുളി വെച്ചാണ് നമ്മൾ ഇന്നത്തെ മീൻ കറി. അവിടെ ചേട്ടൻ്റെ അമ്മ വീട്ടിലൊക്കെ കൊടുമ്പുളി ഇട്ടാണ് കറി വയ്ക്കുന്നത്. കൊടുമ്പുളി ഇട്ടാണ് കേട്ടോ കറി വയ്ക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ അത് യൂസ് ചെയ്യത്തില്ല. നമ്മൾ മുളക് കറിയൊക്കെ വയ്ക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമേ എടുക്കത്തുള്ളൂ. നമുക്ക് ഏറ്റവും പ്രാധാന്യം നമ്മുടെ പിഴുപുള്ളിയാണ് ഇവിടെ. അപ്പോൾ
വെക്കുന്നത് അതിട്ടാണ് കറി വയ്ക്കുന്നത്. എന്നാലേ ആ ഒരു നല്ല പുളിപ്പും നല്ല ഓവർ പുളിപ്പല്ല, മീൻ കറിക്ക് ചേർന്ന ആ ഒരു പുളിപ്പും തേങ്ങ അതൊക്കെ എല്ലാം ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പം അങ്ങോട്ടൊക്കെ ഉള്ളവർ ഇതുപോലെ മീൻ കറി വെച്ചിട്ടില്ല ഉള്ളവരുണ്ടെങ്കിൽ പിഴുവലിയൊക്കെ ചേർത്തൊന്ന് മീൻ കറി വെച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഒന്നും ഓവറാവാതെ ഇരുന്നാൽ മാത്രം മതി. അപ്പം ഞാൻ നമ്മുടെ മീൻ വറുക്കാൻ വേണ്ടി നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. പല പ്രശ്നങ്ങളും കാണാം. അപ്പം നിങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം തീ അത്യാവശ്യം ഞാൻ കത്തിച്ചിട്ടുണ്ട്. കാരണം തീ ഇവിടെ വിറകുണ്ടെന്ന് ഞാൻ പറയേണ്ടതേ ഉള്ളൂ. പക്ഷെ വിറകുണ്ട്, നമുക്ക് പുറത്തുനിന്ന് വെട്ടിയെടുത്താലേ പറ്റത്തുള്ളൂ. കുറച്ച് വിറക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ള വിറകിൽ ഞാൻ അപ്പം നമ്മുടെ 4 പേർക്ക് മതി. അതുകൊണ്ട് 4 മീനേ ഇല്ല. ഇന്നലെ എനിക്ക് ചോറൊന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. എൻ്റെ കാര്യത്തിൽ എല്ലാം ഉണ്ടാക്കി. ദോശയും ചപ്പാത്തിയും ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്താണ് ഞാൻ കുക്കിംഗ് എനിക്ക് വയ്യാത്തതുകൊണ്ട് പിന്നെ എനിക്കും വയ്യായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഞാൻ ജലദോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ സൗണ്ടൊക്കെ ചെറുതായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യും. അമ്മ വന്നപ്പോൾ ചപ്പാത്തിയും ദോശയൊക്കെ വെച്ചിട്ട് അത് കഴിച്ചിട്ട് പിന്നെ ചോറൊന്നും കഴിക്കാൻ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ക്ലോസ് ചെയ്തെടുക്കുന്നത് വേറെ വിറകൊന്നും എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ ക്ലോസ് ചെയ്താണ് ഞാൻ മാറ്റുന്നുണ്ട്. വീട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും തിരിച്ചങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പം കുഴപ്പമില്ല. അല്ലെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇളക്കി എടുക്കുമ്പോൾ പൊട്ടിപ്പോകും. കാരണം എനിക്ക് ഈ വറുത്തെടുക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ഏതെങ്കിലും മീനിൻ്റെ പകുതിയൊക്കെ കാണത്തുള്ളൂ. ബാക്കിയെല്ലാം അതിൽ തന്നെ പിടിച്ചെടുക്കുക. എപ്പോഴും വഴക്കാണ് നിനക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ കാക്ക വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ കാണും. അപ്പം മീൻ വറുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നന്നായിട്ട് മൂത്ത് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ ആരും കഴിക്കത്തില്ല. മൂത്തിട്ട് പച്ചളക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ ആരും കഴിക്കത്തില്ല, കൊള്ളത്തില്ല. മനം കടന്നിട്ട് പറയും. അങ്ങനെ മനം പരട്ടുന്നതാണ് കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ മീൻകറിക്ക് എരിവില്ലെങ്കിലും സ്ഥിരം ഡയലോഗ് മാത്രമേ എല്ലാവരെയും കഴിക്കത്തുള്ളൂ. പണ്ടോട്ടേ എങ്ങനെയുള്ളൂ. ചേട്ടൻ്റെ എവിടെയാണെങ്കിൽ പ്രശ്നമില്ല. കാരണം അവിടെ അച്ഛൻ അസുഖമായതുകൊണ്ട് നമുക്കറിയാം മുളക് പൊടി ഇടില്ല. അച്ഛൻ അസുഖം വരുന്നതിന് മുമ്പൊക്കെ എപ്പോഴും പോയി നല്ല മുളക് പൊടിയൊക്കെ ഇട്ട് കഴിച്ചുകൊണ്ടിരുന്നതിന് അച്ഛന് അസുഖം വന്നപ്പോഴാണ് ഇത്രയും നമുക്ക് കഴിക്കാൻ പറ്റാതായിപ്പോൾ എന്നൊക്കെ അമ്മയൊക്കെ പറയും. അപ്പോൾ ഞാൻ നമ്മുടെ അമ്മ ഉലുവ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വാവ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് എടുക്കരുത് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവളെ സ്ഥിരം പരിപാടിയുടെ ബാക്കിൽ കൈ കെട്ടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തതാണ്. അപ്പോൾ അനിയത്തി ഇഷ്ടം ഇങ്ങോട്ട് വാ, അവിടെ ഒരാൾ നടക്കുന്നതാണെങ്കിൽ വാങ്ങി തലയിൽ കൈവച്ച് കിടക്കും. അനിയത്തി പറയാം തലയിൽ കൈവച്ച് കിടക്കുന്ന ഒരു തലയിലെ കൈവച്ച് നടക്കുന്നതാണ്. പിന്നെ ഫ്രണ്ടിൽ കൈ കെട്ടി നടക്കും. എന്ത് പറഞ്ഞാലും അതുപോലെ കേൾക്കും കേട്ടോ. ഇപ്പം ഒരു കാര്യം ഞാനിപ്പം നാട്ടിൽ നിന്ന് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് വന്നാൽ ഞാനിപ്പോൾ എന്തെങ്കിലും കാര്യം പറയുകയും ചെയ്തേ കാണിക്കാന്നുണ്ടെങ്കിൽ ആ സമയം അവൾ അത് ഓർത്ത് വെച്ചിരിക്കും. ആ സമയമാകുമ്പോൾ അത് അവൾ പറയുകയും ചെയ്യുകയും കാണിക്കും. എല്ലാം മെമ്മറി പവറുള്ള കുഞ്ഞാണ് കേട്ടോ. അപ്പം ഞങ്ങൾ തേങ്ങ നമുക്ക് രാത്രിയിലല്ലേ കുറച്ച് തേങ്ങ മതി. ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഉലുവ അരച്ച പാത്രത്തിൽ തന്നെയാണ് കേട്ടോ തേങ്ങ അരയ്ക്കുന്നത്. കാരണം അത് കളയേണ്ട ആവശ്യമില്ല, നമ്മൾ എന്തായാലും മീൻ കറി ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അടയ്ക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കും. അപ്പം ആ തേങ്ങയിൽ ഫുള്ള് മഞ്ഞ കളർ അത് പിടിച്ചിരുന്നുള്ളൂ. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളത്തിൽ അടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഓവറായിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. നമ്മൾ ഒഴിച്ചു കൂട്ടാനൊക്കെ വയ്ക്കും കിടക്കുന്ന അരയ്ക്കരുത്. നമ്മുടെ മീൻ കറിക്ക് ചെറുതായി ഓവറുമല്ല, ഒരു മീഡിയം സൈസിൽ അരഞ്ഞു കിട്ടണം. എന്നാൽ മാത്രമേ നമ്മുടെ മീൻ കറിക്ക് കൊള്ളാവുള്ളൂ. ഇനി ഞാൻ ചുമ്മാ അടപ്പൊന്ന് കാണിക്കുന്നതാണ്. പക്ഷെ അതാണ് നമ്മൾ കറക്റ്റ് അതായിരുന്നു കേട്ടോ. മീൻ അരയ്ക്കേണ്ട ആ ഒരു അരവ് അത് കറക്റ്റായിരുന്നു. ഞാനത് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മീൻ ചട്ടിയിലോട്ട് ഞാനെടുത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വേറെ ഒന്നും ചേർത്തായി ഒന്നും ഇല്ലായിരുന്നു. തക്കാളിക്കൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ തക്കാളിക്ക് ഉണ്ടമുളകാണ് ഇവിടെ എപ്പോഴും ചേർക്കുന്നത്. നല്ല മണമുള്ള ഉണ്ടമുളകും ഉണ്ടെങ്കിൽ സൂപ്പറാണ്. പിന്നെ പുളിയൊന്ന് ഞാൻ നന്നായിട്ട് ഞെരുതി കൊടുത്ത് പുഴിഞ്ഞ് വീറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഒരു വെള്ളം പുഴിഞ്ഞ് വീഴ്ത്തി, പിന്നെ രണ്ടാമതൊരു വെള്ളം കൂടെ പുഴിഞ്ഞ് വീറ്റുന്നുണ്ട്. കാരണം നമുക്ക് ഒഴിക്കുമ്പോൾ അറിയാൻ പറ്റും എത്ര പുളിപ്പ് വേണം, അങ്ങനെ പുഴുവില്ല. അപ്പം അങ്ങനെ വെച്ച സമയത്ത്
നല്ല മീൻകറിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പേഴ്സണലായിട്ട് ഞാൻ പറയുന്നതല്ല, കൊള്ളായിരുന്നില്ല, ആരും ഒന്നും അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ അമ്മയെങ്കിലും എന്തെങ്കിലും പറയും, ഉപ്പ് കുറവായിരുന്നു, പുളി കുറവായിരുന്നു എന്നൊക്കെ അമ്മ പറയും. അപ്പോൾ ഇന്നിപ്പോൾ ഒന്നും പറഞ്ഞില്ല, കാരണം കൊള്ളായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചില സമയത്തൊക്കെ ഉള്ളതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും, ചില സമയത്തൊക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണും. അപ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ ആ ഒരു കളർ നമുക്ക് വരും, അത് കോരി നോക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ. പിന്നെ ഇത് മഞ്ഞ കളറിലിരിക്കണം, ഞാൻ മുളക് പൊടി ചേർത്തില്ല കേട്ടോ. കണ്ട ആ പുളിയെല്ലാം കൂടെ കിടന്നിട്ടൊരു നിറഞ്ഞ കളറായിരുന്നു. അപ്പോൾ ഈ ഒരു കളർ വേണം നമ്മുടെ പുളിക്ക്, പക്ഷെ ഓവറാവുന്നില്ല. നമ്മൾ തേങ്ങ അരച്ചിട്ട് നല്ല പുളിപ്പം കാണത്തില്ല, ഒരു നീളമാണ്. ഇത് നമ്മുടെ വറുത്ത മുളക് പൊടിയാണ് കേട്ടോ. ഇത് നമ്മൾ ഇവിടെ വറുത്ത മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വറുത്ത് നല്ല മുളക് ചെയ്യണ മുളക് പൊടി മീൻകറിക്ക് ചേർക്കില്ല, പച്ച മുളക് പൊടി ചേർക്കില്ല. വറുത്ത നല്ല മൂത്ത മുളക് പൊടി ഇല്ലെങ്കിൽ വറുത്ത് വെച്ചിരിക്കുക, എപ്പോഴും വറുത്ത് ഇവിടെ വെച്ചിരിക്കും മുളക് പൊടി. അപ്പം ഞാനത് ചേർത്തെടുക്കുന്നുണ്ട്. നമ്മൾ കവറിലെ മുളക് പൊടി അങ്ങനെ ഒന്നും വരില്ല, മഞ്ഞപ്പൊടി ആയിരുന്നാലും മുളക് പൊടി ആയിരുന്നാലും ഞങ്ങളുടെ വീട്ടിലെ മുകളിലുണ്ട് കേട്ടോ, മുകളിലത്തെ സ്ഥലത്ത് അതുകൊണ്ടില്ല. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ വാങ്ങും. അപ്പോൾ അവിടെ മുളക് പൊടിയൊക്കെ വില കുറവല്ല, നോർമലി എത്ര രൂപയാണ് ആ വിലയ്ക്ക് കിട്ടും. പിന്നെ ഞാൻ അത്യാവശ്യം നല്ല കളറാണ്, വറ്റി വരുമ്പോൾ നല്ലതാണ്. ബ്ലഡ് ഇങ്ങനെ കടലൊക്കെ ഇടുന്നത് നമ്മുടെ ആ നെയ്യ് കിടക്കുന്നു, എണ്ണയൊന്നും ചേർത്തില്ലെങ്കിൽ നമ്മളെ എണ്ണയൊക്കെ ഇങ്ങനെ വന്ന് കിടക്കത്തില്ലേ, അതേപോലെ വന്ന് കിടക്കും. പിന്നെ ഉലുവപ്പൊടി ചേർക്കൊടുക്കുന്നുണ്ട്. പിന്നെ കൊഴിയാള മീനും കൂടെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് അത്യാവശ്യത്തിന് നന്നായിട്ട് ഇത് നമ്മുടെ ഉലുവപ്പൊടി ചേർക്കണം, അല്ലെങ്കിൽ ചേർക്കണം. പിന്നെ ആവശ്യത്തിന്